ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വന്നേക്കുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് പറ്റിയൊരു ടിപ്പുമായിട്ടാണ്. അലോവേറ നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാവേ. അലോവേറയും ചുമന്നുള്ളിയാണ് നമുക്കിതിന് വേണ്ടത്. നല്ലൊരു കത്തിയെടുത്ത് നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ പൾപ്പെല്ലാം നന്നായിട്ട് എടുക്കാവേ. ഞാനിത് എല്ലാ ആഴ്ചയിലും ചെയ്യുന്നൊരു ടിപ്പായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ നല്ല മടിച്ചായതുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല ഹെയർ ഫോളും ഉണ്ട് എനിക്ക്. സോ ഞാൻ എൻ്റെ ഹെയർ ഫാൾ മാറ്റാമെന്ന് വിചാരിച്ച് ഇതിങ്ങനെ ഓർത്തെടുത്തപ്പോഴാണ് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് ഈ ചുമന്നുള്ളിയും ഈ അലോവേറയും കൂടെ നന്നായിട്ട് പൾപ്പൊക്കെ എടുത്ത് നല്ല മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കണം. അതിനു മുമ്പ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നല്ല, എന്ത് ചെയ്താൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അല്ലെങ്കിൽ എന്നെപ്പോലെ ഇരിക്കും, മുടി വളരില്ല. സോ മുടി വളർത്താൻ വേണ്ടി നമ്മൾ എന്ത് ടിപ്പ് എടുത്താലും അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഇതൊക്കെ മിക്സിയിലേക്കിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. അതിനു മുമ്പ് കുറച്ച് എണ്ണയും കൂടി ചേർക്കണം കേട്ടോ. നല്ല പാല് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ചുമന്നുള്ളി ഒന്ന് നന്നായിട്ട് അരിഞ്ഞില്ല, അതുകൊണ്ട് കുറച്ചൊക്കെ ഇങ്ങനെ കിടപ്പുണ്ടേ. അത് സാരമില്ല, നിങ്ങളത് ചെയ്യുമ്പോൾ നന്നായിട്ട് അരിഞ്ഞിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് മുടിയൊക്കെ വകുപ്പെടുത്ത് നല്ല രീതിക്ക് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാവേ. ഒരിടയ്ക്ക് എൻ്റെ മുടി കളർ ചെയ്തിട്ട് പോലും എൻ്റെ മുടി ഒരെണ്ണം പോലും കൊഴിഞ്ഞില്ലേ. എൻ്റെ കണ്ണ് നന്നായിട്ട് എരിയുന്നുണ്ട്. നമ്മുടെ ചുമന്നുള്ളി പണി പറ്റിച്ചതാണ്, നന്നായിട്ട് എരിയുന്നുണ്ട്. വെള്ളം വരുന്നുണ്ട് എൻ്റെ കണ്ണിൽ നിന്ന്. ഇതൊക്കെ നമുക്ക് ഫുള്ള് തേച്ച് പിടിപ്പിച്ച് ഒരു 20 മിനിറ്റെങ്കിലും അല്ല 30 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലും നമുക്ക് ആ റിസൾട്ട് കിട്ടത്തുള്ളൂ. സോ നമുക്ക് നല്ല ടൈറ്റായിട്ട് മുടി കെട്ടി വെക്കണം. എന്നിട്ട് ഞാൻ കുറച്ച് ചിപ്സ് കഴിച്ച് കുളിക്കാൻ പോവാണേ. കുളിച്ചിട്ടൊക്കെ വന്നിട്ട് നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് മുടി ആയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല രീതിയിൽ മുടിയായി. അപ്പോൾ ശരി, ടാറ്റാ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ കാണാം.